ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. അപ്പം ഇന്ന് വേറൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിരുന്ന മറ്റൊരു വാഹനം കൂടി ഇന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ അതിലേറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ വണ്ടി എൻ്റെ ടൗണിൽ തന്നെയാണ് സെയിൽ അയക്കുന്നത്. അപ്പം വണ്ടി വീണ്ടും നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ വരും എന്നുള്ള സന്തോഷം നമുക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വാങ്ങിയേക്കുന്ന കസ്റ്റമറിന് മേജറായിട്ടുള്ള സർവീസോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിലിട്ടിരുന്നു. മേജർ സർവീസ് എല്ലാം 1 lakh സർവീസ് അടക്കം എല്ലാം ചെയ്തേക്കുന്നതാണ്. ഫുൾ ഓപ്ഷൻ സിയാസ് ആയിരുന്നു വണ്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ സിയാസ് ഫൈനലായിട്ടൊരു ട്രയൽ പോവുകയാണ് ദിവ്യ ചേട്ടൻ്റെ കൂടെ. ഇവിടുത്തെ കൊച്ചു വണ്ടി ഭ്രാന്തം കൂടിയുണ്ട്, പരിചയപ്പെടുത്താം. ഹലോ, കൊച്ചിന് വണ്ടി ഇഷ്ടപ്പെട്ടോ? എടുത്താലോ? വണ്ടി ഫൈനൽ ചെയ്താലോ? നമുക്ക് യൂട്യൂബിലൊരു വീഡിയോ ഇടാം. അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടി ട്രയൽ പോയി വണ്ടിയുടെ പ്രോസ് ആൻഡ് കോൺസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡീലാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ടുള്ള കാര്യം പറഞ്ഞിട്ട് എല്ലാം ചെയ്യാറുള്ളൂ. ആ പരിപാടിയെല്ലാം ചെയ്ത് തീർത്തു. അതുപോലെ SHVS ഹൈബ്രിഡിൻ്റെ ഫംഗ്ഷനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അടുത്തായി നമുക്ക് ജസ്റ്റ് ഒരു താക്കോൽ കൈമാറ്റം ചടങ്ങ് നടത്തിയേക്കാം. അങ്ങനെ വണ്ടി വാങ്ങുന്ന ആളും വണ്ടി കൊടുക്കുന്ന ആളും രണ്ടുപേരും ഹാപ്പി. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ നല്ലോണം വണ്ടി കെയർ ചെയ്യുന്നൊരു വ്യക്തിയുടെ കയ്യിലേക്കാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പം ചെറിയൊരു താക്കോൽ കൈമാറ്റൽ ചടങ്ങൊക്കെ നടത്തി ഹാപ്പിയായിട്ട് അങ്ങനെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ വീണ്ടും ഒരു ഡിസയർ 2012 VDI മോഡൽ 1 lakh കിലോമീറ്ററിന് താഴെ ഓടിക്കുന്ന വണ്ടിയാണ്. എന്നിരുന്നാൽ റീസെൻ്റ്ലി 1 lakh കിലോമീറ്ററിൻ്റെ സർവീസ്, ടൈമിംഗ് ചെയിൻ, EGR എന്നിവ എല്ലാ പരിപാടിയും ചെയ്ത് തീർത്തിട്ടേക്കുന്ന വണ്ടിയാണ്. വണ്ടി സെയിലിനുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. അല്ല എങ്കിൽ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നമ്പർ കിട്ടാത്തതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ആരും ശ്രദ്ധിക്കാറില്ല. ഡിസ്ക്രിപ്ഷനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ യൂട്യൂബ് കാണുന്നവരെല്ലാവരും ഡിസ്ക്രിപ്ഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വെച്ചാൽ 1-2 കമൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചു. ചിലപ്പം നമ്മൾ ഷോർട്സിലോ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ചിലപ്പോൾ 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ മുന്നേ ഇട്ടേക്കുന്ന വണ്ടിയായിരിക്കും. അതൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ചിലപ്പം വിളിച്ചാൽ കോൺടാക്ട് കിട്ടുകയില്ല. അതിൻ്റെ പേരിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് എഴുതി തള്ളിയിട്ട് ഒരു കാര്യമില്ല. ഓൾറെഡി സെയിലായി പോയിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അപ്പോൾ ഗ്രാബ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക, കോൺടാക്ട് ചെയ്യുക. നല്ല ഡീലാണ്, എല്ലാം കൊണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി വാങ്ങിക്കൊണ്ട് പോവുക, ഇല്ലെങ്കിൽ വാങ്ങാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അതിനകത്ത് പിന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് വേണ്ടാത്ത അത് ഇതൊക്കെ തള്ളി ചാനൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും, ഞാൻ കേസ് കൊടുക്കും, വെറുതെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ പിണക്കേണ്ട കാര്യമില്ല. യാതൊരു ആവശ്യമില്ല. ചുമ്മാ അതല്ല, അത് ബോറടിക്കുന്ന ചാനൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം വെറുതെ അതിനകത്ത് വേറെ വർത്തനം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വേറൊരു ഡിസയർ ഉണ്ട്. 2012 കാര്യത്തിലേക്ക് വരാം. ഡിസയർ ഉണ്ട്, 2012 വണ്ടിയാണ്. 1 lakh കിലോമീറ്റർ താഴെ ഓടിയേക്കുന്ന വണ്ടിയാണ്. ഫുൾ സർവീസും മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. സീരിയസ് ബയേഴ്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.